അള്ളാഹു നമുക്ക് എന്തെങ്കിലും ഒരു രോഗം തന്നാൽ നമ്മൾ 5 നേരം നിസ്കരിക്കൂലേ, ഖുർആൻ ഓതൂലേ, ദിക്ർ പറയൂലേ? അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കാര്യം മാത്രമേ ചെയ്യൂ. രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കള്ളുടിക്കാൻ പോവോ? തെറ്റിയൂല. പടച്ചവനെ, നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും എങ്ങനെയെങ്കിലും നമ്മുടെ രോഗം മാറാൻ. അപ്പൊ ഈ രോഗങ്ങൾ വരുന്നതിലൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഇബാദത്തുകൾ ചെയ്യുവാനുള്ളൊരു മനസ്സുണ്ടാകും. തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നന്മകൾ ചെയ്യുവാനുള്ള ഒരു സ്വഭാവം, ഒരു ഗുണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വേദനയുടെ അവസ്ഥയിൽ ഇതുപോലെ തന്നെയാണ് പരലോകത്തിൻ്റെ ശിക്ഷയെന്നെ കുറിച്ചുള്ള പരാമർശങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ തരുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകുന്നു. അള്ളാഹു ഒരുപാട് സമ്പത്ത് തന്നു, സന്തോഷം തന്നു, നമ്മൾ അള്ളാഹിനെ ഓർക്കാറില്ല. ആ സമയത്ത് അള്ളാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം തന്നു നോക്കട്ടെ. പടച്ചോനെ, എന്തെല്ലാം പള്ളിയുടെ പണി നടക്കുന്നു, വലിയ വലിയ സമ്പന്നന്മാരോട് പോയി പൈസ വെച്ച് നമ്മൾ ഒന്നുമില്ല. എന്നാൽ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു രോഗമോ ഒരു പ്രയാസമോ വരട്ടെ, അപ്പൊ കൊണ്ടുവരും.